മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, ഒരു കാര്യം നഷ്ടപ്പെട്ടാലാണ് അതിനെക്കുറിച്ച് തിരിഞ്ഞു നോക്കുക. അപ്പോൾ എവിടെയെങ്കിലും ഒരു സ്കൂളിന്റെ ബസ് ആക്സിഡന്റ് ആയാൽ കേരളത്തിൽ അടുത്ത 2 മാസം മുഴുവനും എല്ലാ സ്കൂളിന്റെയും ബസ്സിന്റെ ഡ്രൈവർമാരുടെ വയസ്സും ബസ്സിന്റെ ഹെൽത്ത് ഒക്കെ പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വരും. എവിടെയെങ്കിലും ഒരു ബോട്ട് മുങ്ങിയാൽ കേരളത്തിൽ 2 മാസം മൊത്തം ബോട്ടിന്റെ പരിശോധന ആയിരിക്കും. അത് കുടുംബത്തിലുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഉമ്മ മരിക്കണം, ഉമ്മ മരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ കബറടക്കി എല്ലാം കഴിഞ്ഞ് മീസാങ്കല്ലിൽ വെച്ച് തിരിച്ചു വന്ന് എല്ലാവരും നമ്മളോട് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം, എന്നാലും ഉമ്മ അങ്ങനെയാണ് മരിച്ചു പോകുമെന്ന് വിചാരിച്ചില്ല. പിന്നെ എങ്ങനെ മരിച്ചു പോകുന്ന വിചാരിച്ചിരുന്നു? മരണം നമുക്ക് ഒരു പ്രത്യേക 2 ആഴ്ച മുമ്പ് ഒരു ഡേറ്റ് ഒക്കെ തന്ന് ആ അപ്പോയിന്റ്മെന്റ് എസ്രായേലുമായിട്ട് യുവർ അപ്പോയിന്റ്മെന്റ് വിത്ത് എസ്രായേൽ ഫൈനൽ അപ്പോയിന്റ്മെന്റ്, അങ്ങനെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഒന്നും മരണത്തിന്റെ കാര്യത്തിൽ ഇല്ല. എന്റെ ചോദ്യം ഇതാണ്, എന്നിട്ട് ആ ഉമ്മ മരണപ്പെട്ട് ഉമ്മാന്റെ ഫോൺ ആരോ സ്വിച്ച് ഓഫ് ആക്കി അവിടെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ടാവും. ഉമ്മാന്റെ ആ ഫോണിൽ നിന്ന് ഇനി ഉമ്മ വിളിക്കൂല, ഉമ്മ നിസ്കരിക്കുന്നത് ആ റൂമിൽ ഇനി കാണൂല. ആ നിറഞ്ഞു നിന്ന ഉമ്മ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രം ഇനി ഒരിക്കലും ആ റൂമിലേക്ക് തിരിച്ചു വരില്ല. ഇത് ആലോചിക്കുമ്പോൾ ഉള്ളിൽ നിന്ന്